നമസ്കാരം. മൈ മെന്റർ PSC ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് കല, സാഹിത്യം, സാംസ്കാരികം എന്ന ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ടോപ്പിക്ക് മലയാളത്തിലെ സാഹിത്യ പ്രസ്ഥാനങ്ങൾ എന്നാണ്. പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ. എപ്പോഴും സാഹിത്യമാണ് ഭാഷയെ ജനകീയമാക്കുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. ഈ ഭാഷയുടെ വളർച്ചയിൽ ഓരോ സാഹിത്യ പ്രസ്ഥാനങ്ങളും വളരെ വലിയ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരള PSC ഈ ഒരു ഭാഗം വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. നമുക്ക് സാഹിത്യ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പായി ഏറ്റവും പ്രധാനമായി അറിയേണ്ട ഒന്ന് രണ്ട് ബേസ് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, മലയാള സാഹിത്യം രൂപം കൊണ്ടിരിക്കുന്നത് മണിപ്രവാളത്തിൽ നിന്നാണ്. മക്കളെ, ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. മലയാള സാഹിത്യം രൂപം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? മണിപ്രവാളത്തിൽ നിന്നാണ്. മലയാള സാഹിത്യം രൂപം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? മണിപ്രവാളത്തിൽ നിന്നാണ്. പ്രാചീന മലയാളവും അതുപോലെ തന്നെ സംസ്കൃതവും ഇടകലർത്തി രചിക്കുന്ന രചനാ രീതിയാണ് എന്ത് പറയുന്നത്? മണിപ്രവാളം എന്ന് പറയുന്നത്. എങ്ങനെ? പ്രാചീന മലയാളവും അതുപോലെ തന്നെ സംസ്കൃതവും ഇടകലർത്തി എഴുതുന്ന ഭാഷാ രീതിയാണ് മണിപ്രവാളം. പ്രാചീന സംസ്കൃതവും മലയാളവും. അപ്പൊ ഓർമ്മിച്ച് വെക്കുക, പ്രാചീന മലയാളവും സംസ്കൃതവും ഇടകലർത്തി എഴുതുന്നു. അവിടെ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു പോയിന്റ്, തമിഴ് മണി സംസ്കൃത പവിഴം കോകിന്റേൻ വൃത്തമാന ചെന്നൂന്മേൽ എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ഇതിൽ ചിലർക്കെങ്കിലും തോന്നിയേക്കാം. സാർ, ഞങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുള്ളതാ, തമിഴ് മണി സംസ്കൃത പവിഴം കോകിന്റേൻ വൃത്തമാന ചെന്നൂന്മേൽ. അപ്പോൾ അതല്ലേ സാർ മണിപ്രവാളം? അങ്ങനെയാണെങ്കിൽ അവിടെ തമിഴും അതേപോലെ തന്നെ സംസ്കൃതവും അല്ലേ ചേരുന്നത്? തമിഴ് മണി സംസ്കൃത പവിഴം, തമിഴാകുന്ന മണിയും സംസ്കൃതമാകുന്ന പവിഴവും അല്ലേ അതിലുള്ളത് എന്ന് നിങ്ങൾ ചിലർക്കെങ്കിലും സംശയം വന്നേക്കാം. മക്കളെ, ഭാഷാ പഠിതാക്കൾ അതങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്, തമിഴ് മണി സംസ്കൃത പവിഴം. എന്നാൽ കേരള PSC ഈ ഒരു ചോദ്യം മുമ്പ് ചോദിച്ച സമയത്ത് PSC ഉത്തരം കൊടുത്തത് ഇങ്ങനെയാണ്: പ്രാചീന മലയാളവും സംസ്കൃതവും ഇടകലർത്തി എഴുതുന്നു എന്ന് തന്നെയാണ് കൊടുത്തത്. അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിക്കുക. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തന്നത്. ഇനി നോക്കുക, മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മുത്തും പവിഴവും. മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മുത്തും പവിഴവും. അവിടെ ഓർമ്മിച്ച് വയ്ക്കുക, മണി എന്നാൽ മുത്ത്, പ്രവാളം എന്നാൽ പവിഴം. ഓക്കെ അല്ലെ? മണി എന്നാൽ മുത്ത്, പ്രവാളം എന്നാൽ പവിഴം. അങ്ങനെയെങ്കിൽ മലയാളവും സംസ്കൃതവുമാണ്. ഓക്കെ അല്ലെ? പ്രാചീന മലയാളവും സംസ്കൃതവുമാണ് ഇതിൽ ഈ വരുന്നത്. അപ്പൊ മേ ബി നിങ്ങൾക്ക് ചോദിക്കാം, മണിപ്രവാളത്തിലെ മണി എന്തിനെ സൂചിപ്പിക്കുന്നു? അത് മുത്തിനെ, അല്ലെങ്കിൽ എന്താണ് മലയാളത്തെ. പ്രവാളത്തെ എന്തിനെ സൂചിപ്പിക്കുന്നു? അത് സംസ്കൃതത്തെ. ഓക്കെ, ഇതിന് അടുത്ത ചോദ്യം നോക്കുക. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടുന്നത് 2013 മെയ് 23-നാണ്. 2013 മെയ് 23-നാണ്. മക്കൾ അവിടെ ഓർമ്മിച്ച് വയ്ക്കുക, 6 ഭാഷയ്ക്കാണ് ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ളത്. എത്ര ഭാഷകൾക്കാണ്? 6 ഭാഷകൾക്ക് ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവി കിട്ടിയിട്ടുണ്ട്. അതിൽ ആദ്യം ക്ലാസിക്കൽ പദവിയിൽ എത്തുന്നത് തമിഴാണ്. തമിഴ് 2004-ലാണ് തമിഴ് ക്ലാസിക്കൽ ലിസ്റ്റിലേക്ക് എത്തുന്നത്. തമിഴ് 2004. സംസ്കൃതമാണ് അടുത്ത് വരുന്നത്. സംസ്കൃതം 2005 ക്ലാസിക്കൽ പദവിയിലേക്ക് എത്തുന്നു. സംസ്കൃതം 2005 ക്ലാസിക്കൽ പദവിയിലേക്ക് എത്തുന്നു. ഇനി അതേപോലെ തന്നെ ഓർമ്മിച്ച് വയ്ക്കുക, ഇത് കഴിഞ്ഞാൽ തമിഴും സംസ്കൃതവും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് തെലുങ്കാണ്. തെലുങ്ക് 2008-ലാണ്. കന്നഡയും 2008-ലാണ്. മലയാളം 2005. മലയാളം 2013 മെയ് 23. 2013 മെയ് 23. ദെൻ ഒടുവിൽ വരുന്നത് ഒഡിയയാണ്. ഒഡിയ 2014. ഒടുവിൽ ഒഡിയ എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഒടുവിൽ ഒഡിയ എന്ന് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി കിട്ടുന്നത് 2013 മെയ് 23-ലാണ്. സോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ പോയിന്റ് പഠിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ കാണുന്നത് മണിപ്രവാളത്തിലുള്ള ഒരു എഴുത്ത് രീതിയാണ് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റുന്നത് കേട്ടോ. ജസ്റ്റ് അപ്പോൾ ഇത്രയൊന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് മലയാളത്തിലെ സാഹിത്യ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ്. മലയാളത്തിലെ സാഹിത്യ പ്രസ്ഥാനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി നിങ്ങൾ ഓർമ്മിച്ചിരിക്കേണ്ടത് ലീലാതിലകം എന്ന ഒരു വ്യാകരണ ഗ്രന്ഥമാണ്. ലീലാതിലകം എന്ന വ്യാകരണ ഗ്രന്ഥം ഓർമ്മിച്ചിരിക്കുക. പ്രാചീന പാട്ടുപ്രസ്ഥാനത്തിന്റെ ലക്ഷണങ്ങൾ അടങ്ങുന്ന വ്യാകരണ ഗ്രന്ഥമാണ് ലീലാതിലകം. ഇതൊരു സംസ്കൃത വ്യാകരണ ഗ്രന്ഥമാണ്. സോ ഈ പോയിന്റ് ആദ്യമേ ഞാൻ പറഞ്ഞു തരുന്നത് ഇത് പ്രധാനമാണ്. കാരണം നമ്മൾ ഈ പറയുന്ന ഒട്ടുമിക്ക ലക്ഷണങ്ങളും ഒട്ടുമിക്ക നിയമങ്ങളും ഒക്കെ എടുത്തിട്ടുള്ളത് ഈ പറയുന്ന ലീലാതിലകം എന്ന കൃതിയെ ബേസ് ചെയ്താണ്. ഓക്കെ, ഇനി ഓർമ്മിക്കുക, പ്രാചീന സാഹിത്യ പ്രസ്ഥാനങ്ങളിൽ പ്രഥമ പ്രസ്ഥാനമാണ് പാട്ടുപ്രസ്ഥാനം. പ്രഥമ പ്രസ്ഥാനം ഏതാണ്? അത് പാട്ടുപ്രസ്ഥാനമാണ്. എന്താ ഈ പ്രഥമം എന്ന വാക്കിന്റെ അർത്ഥം? എന്താ പ്രഥമം? പ്രഥമം എന്നാൽ ഒന്നാമത്തേത് എന്നർത്ഥം. പ്രഥമം എന്നാൽ എന്താ അർത്ഥം? ഒന്നാമത്തേത് എന്നാണ് അർത്ഥം. മക്കളെ ഓർമ്മിച്ച് വെക്കാം, പാട്ടുപ്രസ്ഥാനത്തിന്റെ ലക്ഷണങ്ങൾ അടങ്ങുന്ന ഗ്രന്ഥമാണ് ലീലാതിലകം. ഇതൊരു സംസ്കൃത വ്യാകരണ ഗ്രന്ഥമാണ്. എങ്ങനെയാ? ഇതൊരു സംസ്കൃത വ്യാകരണ ഗ്രന്ഥമാണ്. ഈ സംസ്കൃത വ്യാകരണ ഗ്രന്ഥം
അജ്ഞാത കർത്തൃകമാണ്. അതായത് ആരാണ് എഴുതിയത് എന്ന് നമുക്കറിയില്ല. ഓക്കെ അല്ലേ, അതുകൊണ്ടാണ് അജ്ഞാത കർത്തൃകം എന്ന് പറയുന്നത്. ഇനി ഓർമ്മിക്കുക, മലയാള ഭാഷയിൽ കണ്ടുകിട്ടപ്പെട്ട ഏറ്റവും പഴക്കം ചെന്ന കൃതി രാമചരിതമാണ്. മലയാള ഭാഷയിൽ കണ്ടുകിട്ടപ്പെട്ട ഏറ്റവും പഴക്കം ചെന്ന കൃതി ഏതാണ്? അത് രാമചരിതമാണ്. ഇനി ഓർമ്മിക്കേണ്ടത് പാഠ്യപ്രസ്ഥാനത്തിലെ ലക്ഷണമൊത്ത ആദ്യ കൃതിയും ഏത് തന്നെയാണ്? ഈ പറയുന്ന രാമചരിതം തന്നെയാണ്. ഓക്കെ അല്ലേ, അപ്പോൾ ഓർമ്മിക്കേണ്ട പോയിന്റ് ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമാണ് പാഠ്യപ്രസ്ഥാനം. പാഠ്യപ്രസ്ഥാനത്തിന്റെ ലക്ഷണങ്ങൾ, അതായത് ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധം യതുക മോന വൃത്തവിശേഷയുക്തം പാട്ട്, അത് പാട്ടിന്റെ ലക്ഷണമാണ്. എങ്ങനെ? ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധം യതുക മോന വൃത്തവിശേഷയുക്തം പാട്ട്, ഇതാണ് ഈ പറയുന്ന പാട്ടിന്റെ ലക്ഷണം. ഇത് ലീലാതിലകത്തിലാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ ലീലാതിലകം എന്ന് പറയുന്നത് സംസ്കൃത വ്യാകരണ ഗ്രന്ഥമാണ്. സംസ്കൃത വ്യാകരണ ഗ്രന്ഥമാണ്. ഇനി മലയാള ഭാഷയിൽ കണ്ടുകിട്ടപ്പെട്ട ഏറ്റവും പഴക്കം ചെന്ന കൃതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാമചരിതമാണ്. ഈ രാമചരിതത്തെ കുറിച്ച് ഏറ്റവും പ്രധാനമായി ഓർമ്മിക്കേണ്ടത് ഇത് തന്നെയാണ് പാഠ്യപ്രസ്ഥാനത്തിലെ ലക്ഷണമൊത്ത ആദ്യ കൃതി. പാഠ്യപ്രസ്ഥാനത്തിന്റെ ലക്ഷണമൊത്ത ആദ്യത്തെ പാഠ്യകൃതിയും ഏത് തന്നെയാണ്? ഈ പറയുന്ന രാമചരിതമാണ്. ഓക്കെ അല്ലേ, അങ്ങനെയെങ്കിൽ രാമചരിതത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം നമുക്ക്. അതിലൊന്നാമത്തേത്, രാമചരിതം എഴുതിയിരിക്കുന്നത് ചിരാമനാണ്. ചിരാമനെന്നോ ചീരാമനെന്നോ പഠിക്കുക. ഓക്കെ അല്ലേ. ഇനി ഈ ചിരാമനെ വിളിക്കുന്നത് കേള ചോസർ എന്നാണ്. ഏത് പേരിലാണ് വിളിക്കുന്നത്? കേള ചോസർ എന്ന പേരിൽ വിളിക്കുന്നു. എന്താ ഈ ചോസറിന്റെ പ്രത്യേകത? മക്കളെ, ചോസർ അതായത് ജെഫ്രി ചോസർ, ഇംഗ്ലീഷ് ഭാഷയുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ പിതാവാണ് ആര്? ഈ പറയുന്ന ജെഫ്രി ചോസർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് സമാനമായിട്ടാണ് ആ ചോസറിന്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഈ പറയുന്ന ചിരാമ കവിക്കും കൊടുത്തിട്ടുള്ളത്. അപ്പൊ കേള ചോസർ എന്നറിയപ്പെടുന്ന ആരാണ്? അത് ചിരാമ കവിയാണ്. ഇനി ഓർമ്മിക്കുക, രാമചരിതത്തിന്റെ അധ്യായങ്ങൾ, രാമചരിതത്തിലെ ഓരോ ഭാഗങ്ങളിലിടവും, രാമചരിതത്തിലെ ഓരോ ഭാഗങ്ങൾ, ആ ഓരോ ഭാഗങ്ങളെയും അറിയപ്പെടുന്നത് പടലങ്ങൾ എന്ന പേരിലാണ്. ഏത് പേരിൽ അറിയപ്പെടുന്നു? പടലങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. രാമചരിതത്തിലെ ഓരോ ഭാഗങ്ങളും അറിയപ്പെടുന്നത് പടലങ്ങൾ എന്ന പേരിലാണ്. ഏത് പേരിൽ അറിയപ്പെടുന്നു? പടലങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി രാമായണത്തിന്റെ ഇതിവൃത്തം ഏതാണ്? രാമായണത്തിന്റെ ഇതിവൃത്തം രാമായണത്തിലെ യുദ്ധകാന്ഡമാണ്. രാമായണത്തിലെ യുദ്ധകാന്ഡമാണ് രാമായണത്തിന്റെ ഇതിവൃത്തം എന്നുകൂടെ നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പൊ പറഞ്ഞ കാര്യം മറക്കണ്ട, രാമചരിതത്തിന്റെ കർത്താവ് ചിരാമനാണ്. കേള ചോസർ എന്നറിയപ്പെടുന്ന മാതിരി തന്നെയാണ് ചിരാമനാണ്. രാമചരിതത്തിന്റെ അധ്യായത്തിന് പറയുന്ന പേര് പടലങ്ങൾ എന്നാണ്. രാമചരിതത്തിന്റെ ഇതിവൃത്തം ഏതാണ്? രാമായണത്തിലെ യുദ്ധകാന്ഡമാണ്. യുദ്ധകാന്ഡം. ഇനി ഓർമ്മിക്കുക, ഈ രാമചരിതം കഴിഞ്ഞാൽ പാഠ്യപ്രസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാമകഥാപാട്ടാണ്. പാഠ്യപ്രസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാമകഥാപാട്ടാണ്. ഈ രാമകഥാപാട്ട് എഴുതിയത് അയ്യപ്പിള്ള ആശാനാണ്. ആരെഴുതി? അയ്യപ്പിള്ള ആശാൻ. ഈ അയ്യപ്പിള്ള ആശാനെ കോവളം കവികൾ എന്ന് വിളിക്കുന്നുണ്ട്. അയ്യപ്പിള്ള ആശാൻ, കോവളം കവികൾ. അത് അയ്യപ്പിള്ള ആശാനെയും അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള അയ്യനപ്പിള്ള ആശാനെയുമാണ്. അയ്യപ്പിള്ള ആശാനെയും അയ്യനപ്പിള്ളി ആശാനെയുമാണ്. മറക്കരുത്, അത് മറക്കണ്ട. അതേപോലെ തന്നെ ഇവരുടെ സ്മാരക സ്ഥിതി ചെയ്യുന്നത്, അയ്യപ്പിള്ളി ആശാന്റെയും അയ്യനപ്പിള്ളി ആശാന്റെയും സ്മാരക സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്താണ് കേട്ടോ. തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്താണ്. അപ്പൊ ഇത്രയും നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇനി ഒരു കുഞ്ഞു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ പാഠ്യപ്രസ്ഥാനത്തിൽ കാണുന്ന നമ്മുടെ രാമചരിതം എന്ന കൃതി എഴുതപ്പെട്ടത് ഏകദേശം 12-13 നൂറ്റാണ്ടുകൾക്കിടയിലാണ് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ആ സമയത്ത് വരുന്ന നമ്മുടെ ഭാഷ എന്തായിരിക്കും? ആ സമയത്തെ ഭാഷയുടെ വളർച്ച എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ എങ്ങനെ തന്നെയായിരിക്കുമോ? അവിടെ ഓർമ്മിച്ച് വയ്ക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് മണിപ്രവാളത്തിൽ നിന്ന് മാറി ഭാഷ സ്വതന്ത്രമായി വരുന്നതിൻ്റെ ഒരു ആദ്യ ഘട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അന്നത്തെ ഭാഷ എന്ന് പറയുന്നത് പൂർണ്ണമായും സംസ്കൃതത്തിനും തമിഴിനും കീഴ്പ്പെട്ടിരിക്കുന്നു. അതിനൊരു എക്സാമ്പിളാണ് ഈ കൃതിയിലെ ആദ്യത്തെ രണ്ട് വരികൾ ഇങ്ങനെയാണ്. അതായത് രാമചരിതത്തിലെ തുടക്കത്തിലെ 2 വരികൾ ഇങ്ങനെയാണ്: കാനനങ്ങളിൽ അരൻ കളിയുമായി കരുണിയായി കാർന്നടും കണ്ണിമ തമ്മിൽ വിളയാടി നടന്റെ നാനനും വടിപുള്ളൂർ ആന വടിവായി അവതരിത്താതിയെ നല്ല വിനായകൻ എന്മോൻ അമലനെ. എന്തേലും മനസ്സിലായിരുന്നു? ഒരിക്കൽ കൂടെ പറഞ്ഞിരട്ടെ, വരി ഒന്നുകൂടെ നോക്കുക. കാനനങ്ങളിൽ അരൻ കളിയുമായി കരുണിയായി കാർന്നടും കണ്ണിമ തമ്മിൽ വിളയാടി നടന്റെ നാനനും വടിപുള്ളൂർ ആന വടിവായി അവതരിത്താതിയെ നല്ല വിനായകൻ എന്മോൻ അമലനെ. ഇതാണ് ഈ പറയുന്ന രാമചരിതത്തിലെ ആദ്യത്തെ വരികൾ. കേട്ടിട്ട് നമ്മുടെ ഭാഷയായിട്ട് എന്തെങ്കിലും സമയം തോന്നുന്നുണ്ടോ? മലയാളമായിട്ട് എന്തെങ്കിലും സമയമുണ്ടോ? ഒന്നുമില്ല അല്ലേ മക്കൾ? അങ്ങനെ തന്നെയാണ്. ഇത് തന്നെയാണ് ആദ്യത്തെ ഭാഷ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈ പറയുമ്പോൾ പൂർണ്ണമായിട്ടും തമിഴിനും സംസ്കൃതത്തിനും കീഴ്പ്പെട്ടാണ് എന്തിരുന്നത്, നമ്മുടെ ഭാഷ ഇരുന്നത് എന്നുകൂടെ ഓർമ്മിക്കാം. അവിടെ അയ്യപ്പിള്ളി ആശാനെയും അയ്യനപ്പിള്ളി ആശാനെയും നിങ്ങൾ മറക്കരുത്, അതും പ്രധാനമാണ്. സാഹിത്യ പ്രസ്ഥാനങ്ങളിൽ രണ്ടാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മറ്റൊരു പ്രസ്ഥാനമാണ് ഭക്തി പ്രസ്ഥാനം. ഈ ഭക്തി പ്രസ്ഥാനം എന്ന് കേൾക്കുമ്പോൾ പല ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. സർ, ഈ ഭക്ത കവി എന്നും ഭക്തിയുടെ കവി എന്നും ഭക്തകവി പട്ടമെന്നും ഒക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. ഭക്തകാവ്യം എന്താ ഈ സാധനങ്ങളൊക്കെ എന്നാ അല്ലെ? ഈ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, മനുഷ്യരിൽ ഭക്തി എന്ന് പറയുന്നത് അത് അവനെ സ്വാംശീകരിച്ച് അല്ലെങ്കിൽ അവനെ ശുദ്ധീകരിച്ച് അവനെ നല്ലൊരു പാതയിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു മാധ്യമമായിട്ടാണ് പണ്ടുള്ള എഴുത്തുകാർ കണ്ടിരുന്നത്.
അതുകൊണ്ട് തന്നെ ഈശ്വരന്മാരിൽ അല്ലെങ്കിൽ എന്താണ് ഈശ്വര പരിവേഷമുള്ള കഥാപാത്രങ്ങളിൽ അവർ ഈ നല്ല നല്ല മൂല്യങ്ങൾ അവരിലേക്ക് നൽകി ആസ്വാദകർ അല്ലെങ്കിൽ വായനക്കാരെ ആ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഒരു ആരംഭം വരുന്നത്. ഈ ഭക്തി പ്രസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു പേരാണ് നിരണം കവികളുടേത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, സാർ ഈ ഭക്തകവി ആരാ? ഭക്തകവി അല്ലെങ്കിൽ ഭക്തിയുടെ കവി ഭക്തകവി ആരാ? അത് പൂന്താനമാണ്. എങ്കിൽ ഭക്തകവി പട്ടം നേടിയ കവി ആരാ? അത് പി കുഞ്ഞിരാമൻ നായർ. മക്കളെ മറക്കരുത്, ഭക്തകവി എന്ന് പറയുന്നത് പൂന്താനമാണ്. പൂന്താനം എന്ത് എഴുതി? ജ്ഞാനപ്പാൻ എഴുതി അല്ലേ? ജ്ഞാനപ്പാൻ എഴുതിയ പൂന്താനം, ജ്ഞാനപ്പാൻ എഴുതിയ പൂന്താനം, ആ പൂന്താനമാണ് എന്താണ് ഭക്തകവി എന്ന് പറയുന്നത്. എന്നാൽ ഭക്തകവി പട്ടം നേടുന്നത് പി കുഞ്ഞിരാമൻ നായരാണ്. കാൽപ്പനികതയുടെ കവിയാണ് അല്ലെ? കാൽപ്പനികതയുടെ കവി, അതുപോലെ തന്നെ എന്താണ് താമരത്തോണിയുടെ കവി എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. മക്കളെ അദ്ദേഹമാണ് എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന ഭക്തകവി പട്ടം കിട്ടുന്നത് ഒരു ബിരുദമാണ്. ആ പട്ടം കിട്ടുന്നവർക്കാണ് ഈ പറയുന്ന പി കുഞ്ഞിരാമൻ നായർക്കാണ്. എന്നാൽ ഓർമ്മിച്ച് വയ്ക്കുക, മലയാള സാഹിത്യത്തെ മണിപ്രവാളത്തിൽ നിന്നും മോചിപ്പിച്ചത് എന്ന് കരുതപ്പെടുന്നത് നിരണം കവികളാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കണ്ണശൻ നമ്മുടെ എന്താണ് പാട്ടുകൃതി, അതായത് രാമചരിതം തുടങ്ങിയത് എങ്ങനെയാണ്? അത് കാനനങ്ങളിലൻ കളിരുമായി കരുണിയായി കാർന്നടും കണ്ണുമേൽ വിളയാട് നടൻ തന്നാനനം വടിവുള്ളോർ ആന വടിവായി അവതരിത്താതിയെ നല്ല വിനായകൻ മോരമലനെ എന്നല്ലേ തുടങ്ങിയത്. ഞാൻ അല്പം വേഗത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അതേ സമയത്ത് കണ്ണശന്മാരിലേക്ക് ഇത് വന്ന സമയത്ത് അവർ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഉല്ലാസത്തോട് വിനതാതനയനു ഉയർന്നു പറന്നിടും ആകാശെ ഒരു പൊല്ലാമക്ഷിക തന്നാലാവത് പൊങ്ങുവതിൻ താനേ മുനിയുന്നോർ. അതായത് ഈ പറയുന്ന ഭക്തകവികളായിട്ടുള്ള അല്ലെങ്കിൽ ഭക്തിയുടെ കവികൾ എന്നറിയപ്പെടുന്ന ഭക്തി പ്രസ്ഥാനത്തിന്റെ കവികൾ എന്നറിയപ്പെടുന്ന ഈ പറയുന്ന കണ്ണശന്മാരിലേക്ക് അല്ലെങ്കിൽ നിരണം കവികളിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഭാഷ കുറച്ചുകൂടെ സ്വതന്ത്രമായി അല്ലേ? എങ്ങനെ വന്നു? ഉല്ലാസത്തോട് വിനതാതനയനു ഉയർന്നു പറന്നിടും ആകാശെ ഒരു പൊല്ലാമക്ഷിക തന്നാലാവത് പൊങ്ങുവതിൻ താനേ മുനിയുന്നോർ. കുറച്ചുകൂടെ ഭാഷ ലളിതമായി അല്ലേ? നമുക്കവിടെ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഭാഷ ഒരു പുതിയൊരു പാതയിലേക്ക് വരുന്നു. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ കണ്ണശന്മാരെ തന്നെയാണ് എന്ത് വിളിക്കുന്നത്? നിരണം കവികൾ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓർമ്മിച്ച് വയ്ക്കുക, ഈ കണ്ണശ കവികൾ അല്ലെങ്കിൽ നിരണം കവികൾ ജീവിച്ചിരുന്നത് തിരുവല്ലയിലെ നിരണം ഗ്രാമത്തിലാണ്. അപ്പോൾ ഇന്നെ മറക്കണ്ട, നിരണം കവികൾ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ നിരണം കവികൾ എന്നറിയപ്പെടുന്ന ആരാണ്? ഈ പറയുന്ന കണ്ണശന്മാരാണ്. നിരണം കവികളിൽ പ്രധാനി അല്ലെങ്കിൽ കണ്ണശ കവികളിൽ പ്രധാനി ആര്? ചുവടെ തന്നിരിക്കുന്നതിൽ നിരണം കവികളിൽ ഉൾപ്പെട്ട കവിയാര്, ഉൾപ്പെടാത്ത കവിയാര്, ഇങ്ങനെയൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർമ്മിച്ച് വയ്ക്കുക, നിരണം കവികളിൽ പ്രധാനി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിരണത്ത് രാമപ്പണിക്കരാണ്. അപ്പോൾ നിരണം കവികളെന്നോ കണ്ണശ കവികളെന്നോ പ്രധാനി എന്ന് ആരും ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കൊടുക്കുക? ഈ പറയുന്ന നിരണത്തെ രാമപ്പണിക്കരെ കൊടുക്കുക. ഇനി ഓർമ്മിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് വരുന്നു. ഈ നിരണം കവികൾ ആരൊക്കെയാണ്? നിരണം കവികളാണ് നിരണത്ത് രാമപ്പണിക്കർ, മാധവ പണിക്കർ, ശങ്കര പണിക്കർ. ആരൊക്കെയാ? നിരണത്ത് രാമപ്പണിക്കർ, മാധവ പണിക്കർ, ശങ്കര പണിക്കർ, അല്ലെങ്കിൽ കണ്ണശരാമൻ, കണ്ണശമാധവൻ, കണ്ണശങ്കരൻ എന്ന് ഓർമ്മിച്ച് വെച്ചാലും മതി. ഓക്കെ അല്ലേ മക്കളെ? വളരെ പ്രധാനമാണ് ഈ ടോപ്പിക്ക്, പഠിച്ചു വെച്ചിരിക്കുക. ഇനി ഇവരുടെ കൃതികൾ നോക്കാം. കണ്ണശ രാമായണം, കണ്ണശ ഭാഗവതം, കണ്ണശ ഭാരതം, ശിവരാത്രി മഹാത്മ്യം. ഏതൊക്കെയാ? കണ്ണശ രാമായണം, കണ്ണശ ഭാഗവതം, കണ്ണശ ഭാരതം, ശിവരാത്രി മഹാത്മ്യം. ഇവയൊക്കെ രചിച്ചത് നിരണത്ത് രാമപ്പണിക്കർ. ഇനി അതേ സമയത്ത് ഭഗവത്ഗീതയെ ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നിരണത്ത് മാധവ പണിക്കരാണ്. ഓക്കെ അല്ലേ? അപ്പൊ എങ്ങനെ പറഞ്ഞത്? കണ്ണശ രാമായണം, കണ്ണശ ഭാഗവതം, കണ്ണശ ഭാരതം, ശിവരാത്രി മഹാത്മ്യം. ഇവയൊക്കെ ശിവരാത്രി മഹാത്മ്യം ആരുടെ കൃതിയുണ്ട്? എഴുത്തച്ഛൻ്റെ കൃതിയുണ്ട്. അത് നോക്കണ്ട. അപ്പോൾ ഇവിടെ ഏതാണ്? ഈ പറയുന്ന കണ്ണശ രാമായണവും കണ്ണശ ഭാരതവും കണ്ണശ ഭാഗവതവും അതേപോലെ തന്നെ ശിവരാത്രി മഹാത്മ്യവും എഴുതിയതാരാണ്? നിരണത്തെ രാമപ്പണിക്കരാണ്. അതേ സമയത്ത് ഭഗവത്ഗീത ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നത് നിരണത്തെ മാധവ പണിക്കരാണ്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഭാരതമാല അത് നിരണത്ത് ശങ്കര പണിക്കരുടേതുമാണ്. നിരണത്ത് ശങ്കര പണിക്കർ എന്തെഴുതി? ഭാരതമാല എഴുതി. ഓക്കെ അല്ലേ? അപ്പൊ നിരണം കവികൾ സെറ്റല്ലേ? എന്നാൽ അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്ക് പ്രാചീന കവിത്രയം, ആധുനിക കവിത്രയം എന്ന് സാഹിത്യ ലോകത്തെ, പ്രത്യേകിച്ച് കവിതാ സാഹിത്യ ലോകത്തെ സാഹിത്യത്തെ തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും പ്രഥമഗണനീയൻ അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ കക്ഷിയാണ് ഈ പറയുന്ന ചെറുശ്ശേരി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് ഗാഥാ പ്രസ്ഥാനം. ഗാഥാ പ്രസ്ഥാനം. മലയാള സാഹിത്യത്തിൽ ഗാഥാ പ്രസ്ഥാനം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഏറ്റവും മനോഹരമായി ഭാഷയെ കൈകാര്യം ചെയ്യും. ഭക്തിയിലൂടെ ഏറ്റവും മനോഹരമായത് ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. ആര്? ഈ പറയുന്ന ചെറുശ്ശേരി നമ്പൂതിരി. ഗാഥ എന്ന വാക്കിന്റെ അർത്ഥം പാട്ട് എന്നാണ്. ഗാഥ എന്ന വാക്കിന്റെ അർത്ഥം എന്താടാ? പാട്ട് എന്നല്ലേ? ഗാഥ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പാട്ട്. ഗാഥാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് മേൽപ്പറഞ്ഞ ചെറുശ്ശേരി നമ്പൂതിരിയാണ്. ആരാണ്?
ചെറുശ്ശേരി നമ്പൂതിരി, മറക്കണ്ട, പേര് മറക്കരുത്, ചെറുശ്ശേരി നമ്പൂതിരി. അദ്ദേഹത്തെയാണ് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത്. ഏത് പേരിൽ അറിയപ്പെടുന്നു? ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നു. അപ്പോൾ ഒരു ചോദ്യം വരും, ഋതുക്കളുടെ കവി എന്ന് ആരാണ് ചെറുശ്ശേരി വിശേഷിപ്പിച്ചത്? അത് എം ലീലാവതി. ലീലാവതി. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ഒരു ചോദ്യം, സംശയം വരാം, സർ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എം ലീലാവതി ടീച്ചറിനെ കുമാരനാശാനുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഏതായിരുന്നു അത്? അല്ലെ, എന്തായിരുന്നു അത്? കുമാരനാശാനെ ദിവ്യഗോകുലം എന്ന് വിളിച്ചത് മാതിരി തന്നെയാണ് ഈ പറയുന്ന എം ലീലാവതിയാണ്. കുമാരനാശാനെ ദിവ്യഗോകുലം എന്ന് വിളിച്ചതും എം ലീലാവതിയാണ്. എന്നാൽ ആശാൻ ദിവ്യഗോകുലമായി വർണ്ണിച്ചത് ആരെയാണ്? ടാഗോറിനെയാണ്. ഓക്കെ, മാറിപ്പോരുത്, പ്രധാനമാണ്. ആശാനെ ദിവ്യഗോകുലം എന്ന് വിളിച്ചത് എം ലീലാവതിയും ആശാൻ ദിവ്യഗോകുലം എന്ന് വിളിച്ചത് ടാഗോറിനെയുമാണ്. അടിപൊളിയല്ലടാ. നോക്കിയ അടുത്ത ചോദ്യത്തിലേക്ക് വന്നേ. കൃഷ്ണഗാഥയുടെ കർത്താവാര്? അത് നമ്മൾ പറഞ്ഞ ചെറുശ്ശേരി നമ്പൂതിരിയാണ്. കൃഷ്ണഗാഥയുടെ കർത്താവാര? ചെറുശ്ശേരി നമ്പൂതിരി. ഋതുക്കളുടെ കവിയായ ചെറുശ്ശേരി നമ്പൂതിരി. ആദ്യകാലത്ത് കൃഷ്ണപാട്ട് എന്ന പേരിലാണ് എന്തറിയപ്പെട്ടിരുന്നത്? ഈ പറയുന്ന കൃഷ്ണഗാഥ അറിയപ്പെട്ടിരുന്നത്. അതിന്റെ റീസൺ എന്താ? ഗാഥ എന്നാൽ പാട്ട് എന്നല്ലേ അർത്ഥം? ഗാഥ എന്നാൽ പാട്ട്. അങ്ങനെയാണെങ്കിൽ കൃഷ്ണഗാഥ കൃഷ്ണന്റെ പാട്ട്, സംഭവം സെറ്റല്ലേ? അപ്പോൾ പാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു പ്രസ്ഥാനം പഠിച്ചില്ലേ, പാട്ട് പ്രസ്ഥാനം, അതുമായിട്ട് മാച്ചിങ് ആവത്തില്ലേ? ആണ്. പാട്ടിന്റെ മറ്റൊരു ഘട്ടം കൂടെയാണ് ഈ പറയുന്ന ഗാഥാ പ്രസ്ഥാനം. അടിപൊളിയല്ലേ? അപ്പൊ കൃഷ്ണഗാഥ സെറ്റല്ലേ? കൃഷ്ണഗാഥ സെറ്റല്ലേ? ഇനി നോക്കിയേ, കൃഷ്ണഗാഥയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റാണ് ചെറുശ്ശേരിയുടെ കാലഘട്ടം, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം. അത് 15-ാം നൂറ്റാണ്ടാണ്. ഓർമ്മിച്ച് വയ്ക്കുക, ചെറുശ്ശേരി 15-ാം നൂറ്റാണ്ട്, എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ട്, കുഞ്ചൻ നമ്പ്യാർ 18-ാം നൂറ്റാണ്ട്. 15, 16, 18 ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇനി മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ മഹാകവിയായി പരിഗണിക്കുന്നത് ചെറുശ്ശേരിയാണ്. ആദ്യത്തെ മഹാകവിയെ പരിഗണിക്കുന്ന ആരെയാണ്? അത് ചെറുശ്ശേരിയാണ്. എന്നാൽ ആദ്യ മഹാകാവ്യമായി പറയുന്നത് അത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയാണ്. ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഉള്ളൂരാണ്. അതൊരു നല്ല ചോദ്യമാണ്, പഠിച്ചിരിക്കുക. കാരണം മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമെന്നും ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം എന്നും പറയുന്നത് അഴകത്ത് പത്മനാഭ പണിക്കർ എഴുതിയ രാമചന്ദ്ര വിലാസമാണ്. അഴകത്ത് പത്മനാഭ പണിക്കർ എഴുതിയ രാമചന്ദ്ര വിലാസത്തെയാണ്. എന്നാൽ സ്കൂൾ പാഠപുസ്തകത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം കൊടുക്കുന്നുണ്ട് അവർ. അതുകൊണ്ട് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ആദ്യത്തെ മഹാകവിയായി അറിയപ്പെടുന്നത് അഴകത്ത് പത്മനാഭക്കുറുപ്പ് ആണ്. എന്നിരുന്നാലും ആദ്യത്തെ മഹാകവി എന്ന് ഉള്ളൂര് വിശേഷിപ്പിച്ചത്, ആര് വിശേഷിപ്പിച്ചത്? ഉള്ളൂര് വിശേഷിപ്പിച്ചത് ചെറുശ്ശേരിയാണ്. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കാം, കൃഷ്ണഗാഥയിലെ വൃത്തം ഏതാണ്? അത് മഞ്ചരി വൃത്തമാണ്. ഓക്കെ, ഏതാണ്? മഞ്ചരി വൃത്തം. മഞ്ചരി വൃത്തത്തെക്കുറിച്ച് നമ്മൾ പണ്ട് സ്കൂൾ ക്ലാസ്സുകളിൽ ടീച്ചർമാർ പറയുന്നത് കേട്ടിട്ടില്ലേ? മഞ്ചരി വൃത്തം എന്താ? ശ്രുതകാകളി വൃത്തത്തിൽ 2-ാം പാദത്തിൽ അന്ത്യമാം 2 അക്ഷരം കുറച്ചിടിൽ അത് മഞ്ചരിയായിടും. അല്ലെ, മഞ്ചരിയെക്കുറിച്ച് പണ്ട് മുതലേ ടീച്ചേഴ്സൊക്കെ പറയുന്നില്ലേ, നമ്മൾ രസകരമായി കളിയാക്കിയൊക്കെ പാടി നടന്നതല്ലേ? മറക്കണ്ട, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓർമ്മിച്ച് വയ്ക്കുക. കൃഷ്ണഗാഥയിലെ വൃത്തം ഏതാണ്? അത് മഞ്ചരി വൃത്തമാണ്. ഗാഥാവൃത്തം എന്നറിയപ്പെടുന്ന വേദി തന്നെയാണ് മഞ്ചരി തന്നെയാണ്. ഗാഥാവൃത്തം എന്നറിയപ്പെടുന്നത് മഞ്ചരിയാണ്. അങ്ങനെയെങ്കിലും ഒരു സംശയം ചോദിച്ചോട്ടെ, തുള്ളലിന്റെ പ്രത്യേകത? തുള്ളലിന്റെ വൃത്തം തുള്ളൽ തരങ്കിണിയാണ്. തുള്ളൽ വൃത്തേത തരങ്കിണി. തുള്ളൽ വൃത്തം തരങ്കിണി. എങ്കിൽ വഞ്ചിപ്പാട്ട് വൃത്തേത? വഞ്ചിപ്പാട്ട് വൃത്തം അത് നദോന്നത. ഏതാണ്? നദോന്നത. തുള്ളലിന്റെ വൃത്തം തരങ്കിണിയാണ്, വഞ്ചിപ്പാട്ട് വൃത്തം നദോന്നതയാണ്. അപ്പൊ ഇത്രയും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുന്നത് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് കളയാനില്ല. ദെൻ ഇനി വരുന്നത് അടുത്ത സാഹിത്യ പ്രസ്ഥാനമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് കിളിപ്പാട്ട് പ്രസ്ഥാനത്തെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മനോഹരമായ പ്രസ്ഥാനം. എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവർക്കും ഏറ്റവും നന്നായി അറിയുന്നൊരു സാഹിത്യ പ്രസ്ഥാനം കൂടെയാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം. ഓർമ്മിക്കുക, കിളിയെ കൊണ്ട് പാടിക്കുന്ന പാട്ട് രീതിയാണ് കിളിപ്പാട്ടിൻ്റെ പ്രധാന സവിശേഷത. കിളിയെ കൊണ്ട് പാടിക്കുന്ന പാട്ട് രീതിയാണ് കിളിപ്പാട്ടിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. ഇവിടെ ഓർമ്മിക്കുക, ഇവിടെ കിളി എന്ന് പറയുന്നത് ശാരിക അല്ലെങ്കിൽ തത്തയാണ്. ശാരിക അല്ലെ? ശാരിക. ശാരിക പൈതലേ ചാരുശീലേ വരികോമലേ അരികത്തിരി എന്നാണ് അത് തുടങ്ങുന്നത് അല്ലേ? ശാരിക പൈതലേ ചാരുശീലേ വരികോമലേ അരികത്തിരി അല്ലെ? അരികത്ത് ഇരി എന്നാണ്. പക്ഷെ നമ്മൾ പാടുമ്പോൾ അത് അരി കത്തിരി എന്നായി പോകും കേട്ടോ. അങ്ങനെ പാടരുത്. അരികത്ത് ഇരി എന്നാണ്. ഓക്കെ അല്ലേ? ശാരിക പൈതലേ ചാരുശീലേ. അപ്പൊ ശാരിക എന്ന വാക്കിനർത്ഥം തത്ത എന്നാണ്. തത്തയ്ക്ക് തന്നെയാണ് കീരം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. എന്തുപയോഗിക്കുന്നുണ്ട്? കീരം, കീരം, കീരം അല്ലെ? ശുഗം, 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 ഇവയൊക്കെ എന്ത് തന്നെയാണ്? തത്ത തന്നെയാണ്. സോ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇനി നോക്കിയേ, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛനാണേ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് അത് എഴുത്തച്ഛനാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛനാണ്. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മാതിരി തന്നെയാണ് എഴുത്തച്ഛനാണ്. അപ്പോൾ PSC ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആധുനിക മലയാള ഭാഷയുടെ പിതാവ് ആരാ? ആധുനിക മലയാള ഭാഷയുടെ പിതാവ് ചുമ്മാ പറ്റിക്കാൻ ചോദിക്കുന്നത് കേട്ടോ. ഒറ്റ ആളേ ഉള്ളൂ, അത് ആര് തന്നെയാണ്? ഈ പറയുന്ന എഴുത്തച്ഛനാണ്. ആധുനിക മലയാള ഭാഷ എന്ന് പറഞ്ഞാലും മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറഞ്ഞാലും ആര് തന്നെയാണ്? എഴുത്തച്ഛനാണ്. ഇനി കിളിപ്പാട്ട് പ്രസ്ഥാനത്തിലെ ആദ്യത്തെ കൃതിയാണ് അധ്യാത്മ രാമായണം കിളിപ്പാട്ട്.
ഓക്കെ അല്ലേ? ഏത് കൃതിയാ? അധ്യാത്മരാമായണം കിളിപ്പാട്ട്. അധ്യാത്മരാമായണം കിളിപ്പാട്ട് മറക്കണ്ട. അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് ഈ പറയുന്ന കിളിപ്പാട്ട് പ്രസ്ഥാനത്തിലെ ആദ്യത്തെ കൃതി എന്ന് പറയുന്നത്. സോ നിങ്ങളത് പഠിച്ചു വെച്ചിരിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ കിളിപ്പാട്ട് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട എഴുത്തച്ഛൻ്റെ നൂറ്റാണ്ട് അല്ലെങ്കിൽ എഴുത്തച്ഛൻ ജീവിച്ചിരുന്ന കാലഘട്ടം ഞാൻ നേരത്തെ പറഞ്ഞു തന്നല്ലേ, അതൊന്നുകൂടെ പഠിച്ചു വയ്ക്കുക. അത് 16-ാം നൂറ്റാണ്ടാണ്. കാലഘട്ടം ഏതാ? 16-ാം നൂറ്റാണ്ട്. മസ്റ്റ് 16-ാം നൂറ്റാണ്ട്. എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഹരിനാമകീർത്തനം, ദേവി മാഹാത്മ്യം, കൈവല്യ നവനീതം ഒക്കെ ആരുടെ തന്നെയാണ്? ഈ പറയുന്ന എഴുത്തച്ഛൻ്റെ തന്നെയാണ് അല്ലേ? എങ്കിലും ഇവ പ്രധാനമാണ്, പഠിച്ചു വെച്ചിരിക്കുക. ഇനി കിളിപ്പാട്ട് വൃത്തങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട കിളിപ്പാട്ട് വൃത്തങ്ങൾ അത് മറിഞ്ഞു വെച്ചിരിക്കുക. കേക, കാകളി, ദ്രുതകാകളി, അന്നനട, മണികാഞ്ചി, കളകാഞ്ചി. ഏതൊക്കെയാണ്? കേക, കാകളി, ദ്രുതകാകളി, അന്നനട, മണികാഞ്ചി, കളകാഞ്ചി. ഇവരൊക്കെയാണ് ഏതിൻ്റെ? കിളിപ്പാട്ടിൻ്റെ പ്രധാന വൃത്തങ്ങൾ എന്നറിയപ്പെടുന്നത്. അത് മസ്റ്റായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ? അടിപൊളിയല്ലേ? അടുത്തതിലോട്ട് പോകാൻ നമുക്ക് കിളിപ്പാട്ട് പ്രസ്ഥാനത്തെക്കുറിച്ച് മറ്റൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് അത് എഴുത്തച്ഛനുമായി ബന്ധപ്പെടുത്തിയാണ്. എഴുത്തച്ഛൻ്റെ സ്മാരക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എഴുത്തച്ഛൻ സ്മാരകം മറക്കരുത്, പ്രധാനമാണ്. എഴുത്തച്ഛൻ സ്മാരകം എവിടെ? അത് തുഞ്ചൻ പറമ്പിലാണ്. എഴുത്തച്ഛൻ സ്മാരക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തുഞ്ചൻ പറമ്പിലാണ്. ഏറ്റവും പ്രധാനമാണ്. നമ്മൾ എങ്ങനെയാ പറയാ? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നല്ലേ പറയുന്നത്? അപ്പം അതിനെ കണക്ട് ചെയ്തെടുക്കുക. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ സ്മാരക സ്ഥിതി എവിടെയാണ്? തുഞ്ചൻ പറമ്പിലാണ്. ഇനി ആരാണ് എഴുത്തച്ഛനെ പുതുമലയാണ്മ തൻ മഹേശൻ എന്ന് വിശേഷിപ്പിച്ചത്? എങ്ങനെ വിശേഷിപ്പിച്ചു? പുതുമലയാണ്മ തൻ മഹേശൻ. പുതുമലയാണ്മ തൻ മഹേശൻ എന്ന് വിശേഷിപ്പിച്ചത് വള്ളത്തോളാണ്. പുതുമലയാണ്മ തൻ മഹേശൻ എന്ന് വിശേഷിപ്പിച്ച ആരാണ്? വള്ളത്തോളാണ്. ആര് വിശേഷിപ്പിച്ചു? വള്ളത്തോൾ. ഇനി പഞ്ചതന്ത്രം കിളിപ്പാട്ട് എഴുതിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുഞ്ചൻ നമ്പ്യാരാണ്. പഞ്ചതന്ത്രം കിളിപ്പാട്ട്. അപ്പൊ കിളിപ്പാട്ട് നമ്പ്യാർ കിളിപ്പാട്ട് എഴുതുന്നില്ല എന്നൊന്നുമില്ലല്ലോ. നമ്പ്യാർ തുള്ളൽ മാത്രം എഴുതുന്നതാണോ? അല്ല, നമ്പ്യാർ എല്ലാം എഴുതുന്നുണ്ട്. അക്കൂട്ടത്തിൽ നമ്പ്യാർ എഴുതിയ തുള്ളൽ ഒരു കിളിപ്പാട്ട് കൃതിയാണ് ഇതാ ഈ പറയുന്ന പഞ്ചതന്ത്രം കിളിപ്പാട്ട്. സോ അത് പഠിച്ചു വെച്ചിരിക്കുക. ഇനി ഒരു കാര്യം കൂടെ ഓർമ്മിക്കേണ്ടത് ഈ പറയുന്ന തുഞ്ചൻ ദിനം എന്നാണ്. തുഞ്ചൻ ദിനം. തുഞ്ചൻ എന്നാൽ തുഞ്ചത്ത് എന്നാൽ അറ്റത്ത് എന്നല്ല അർത്ഥം. തുഞ്ചത്ത് എന്നാൽ അറ്റത്ത്. ഒരു വർഷത്തിന്റെ അറ്റത്തുള്ള ദിവസം ഏതാ? ഏറ്റവും അറ്റത്ത്. അത് ഡിസംബർ 31. ഡിസംബർ 31-നാണ് തുഞ്ചൻ ദിനം. അങ്ങനെയെങ്കിൽ മെയ് 5 മെയ് 5 അത് കുഞ്ചൻ ദിനമാണ് അല്ലേ? സോ ഡിസംബർ 31-നാണ് ഈ പറയുന്ന തുഞ്ചൻ ദിനം. മെയ് 5-ആണ് കുഞ്ചൻ ദിനം എന്നും ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് തുള്ളൽ പ്രസ്ഥാനമാണ്. ഏത് പ്രസ്ഥാനം? തുള്ളൽ പ്രസ്ഥാനം. വളരെ പ്രധാനമാണ് തുള്ളൽ പ്രസ്ഥാനം. തുള്ളൽ പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവാരാ? കുഞ്ചൻ നമ്പ്യാർ. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല, പണ്ടിവനൊരു കടിയാലൊരു പുലിയെ ഖണ്ഡിച്ചത് ഞാൻ കണ്ടറിയുന്നേൻ, ആരടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീയെന്നു മാറിക്കിടാശടാ. അല്ലേ? എത്രയോ മനോഹരമായ തുള്ളൽ വരികളിലൂടെ നമ്മളെല്ലാവരും കുടുകൂടാ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ജനകീയ കവിയാണ് ഈ പറയുന്ന കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത്. സോ മസ്റ്റായിട്ട് നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ഈ പറയുന്ന കുഞ്ചൻ നമ്പ്യാർ. പ്രാചീന കവിത്രയും ഇദ്ദേഹം കൂടെ ആകുമ്പോഴേ കംപ്ലീറ്റ് ആവണം. ആരൊക്കെയാണ് പ്രാചീന കവിത്രയും? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. സോ ഓർമ്മിച്ച് വയ്ക്കുക. ഇനി കുഞ്ചൻ നമ്പ്യാർ ജീവിച്ചിരുന്ന കാലഘട്ടം 18-ാം നൂറ്റാണ്ടാണ്. കുഞ്ചൻ നമ്പ്യാർ ജീവിച്ചിരുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. തുള്ളൽ എന്ന വാക്കിന്റെ അർത്ഥം നൃത്തം എന്നാണ്. തുള്ളൽ എന്ന വാക്കിന് ചുമ്മാ തുള്ളാന്നല്ല കേട്ടോ, അതിനർത്ഥം എന്താ? നൃത്തം എന്നാണ്. ഓക്കെ, തുള്ളൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നൃത്തം എന്നാണ്. സോ അവിടെ നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. ജനകീയ കവി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. ജനകീയ കവി എന്നറിയപ്പെടുന്ന ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. തുള്ളലിന് 3 വിഭാഗങ്ങളുണ്ട്. തുള്ളൽ. 1 പറയൻ തുള്ളൽ, 2 ശീതങ്ങൻ തുള്ളൽ, 3 ഓട്ടം തുള്ളൽ. അപ്പോൾ ഏതൊക്കെയാണ് തുള്ളലിന്റെ 3 വിഭാഗങ്ങൾ? ഏതൊക്കെ? പറയൻ തുള്ളൽ, ശീതങ്ങൻ തുള്ളൽ, ഓട്ടം തുള്ളൽ. ഒന്നുകൂടെ, പറയൻ തുള്ളൽ, ശീതങ്ങൻ തുള്ളൽ, ഓട്ടം തുള്ളൽ. ഓക്കെ അല്ലേ? പറയനും ശീതങ്കനും ഓട്ടനും ഒക്കെയാണ്. അത് മസ്റ്റാണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി തുള്ളലിന്റെ പ്രധാന വൃത്തം ഏതാണ്? അത് തരങ്കിണിയാണ്. തുള്ളലിന്റെ വൃത്തം ഏതാ? തരങ്കിണി. തുള്ളലിന്റെ വൃത്തം ഏതാണ്? തരങ്കിണി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു തുള്ളലിന്റെ 3 വിഭാഗം, പറയൻ തുള്ളലും ഓട്ടം തുള്ളലും ശീതങ്ങൻ തുള്ളലും കാണാം. ഇവിടെ പറയൻ തുള്ളലുണ്ട്, ഓട്ടം തുള്ളലുണ്ട്, ശീതങ്ങൻ തുള്ളലുണ്ട്. ഇതൊന്ന് കണ്ടുവയ്ക്കുക, നമുക്കത് ആവശ്യം വരും കേട്ടോ. ഒന്ന് നോക്കി വയ്ക്കുക. ഇനി ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ്? അത് കല്യാണ സൗഗന്ധ്യം തുള്ളലാണ് അല്ലേ? ഭീമൻ എന്താണ് നമ്മുടെ പാഞ്ചാലിക്ക് വേണ്ടിയിട്ട് കല്യാണ സൗന്ദര്യം പുഷ്പം തേടി പോകുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച. അതിനകത്താണ് ഈ പറയുന്ന ഭീമസേനന്റെ മാർഗബന്ധി ആര് കിടക്കുകയാണ്? നമ്മുടെ ഹനുമാൻ കിടക്കുകയാണ്. ഹനുമാനെ കാണുന്ന സമയത്താണ് അതും വൃദ്ധവാനരനായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളി പറയുന്നത് ആരടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീ അങ്ങ് മാറിക്കിടാശടാ എന്ന്.
ഓക്കെ, അപ്പോൾ അതൊക്കെ വരുന്ന എവിടെയാണ്? ഈ പറയുന്ന കല്യാണ സുഗന്ധ്യത്തിലാണ്. സോ ഓർമ്മിച്ച് വയ്ക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചോദിക്കില്ലേ സാർ, കല്യാണ സുഗന്ധ്യ തുള്ളൽ മാത്രമേ ഉള്ളൂ, ആട്ടക്കഥയിൽ ഞങ്ങൾ ഈ ആട്ടക്കഥ കേട്ടിട്ടുണ്ടല്ലോ സാർ, അത് ആരുടേതാണ് അല്ലേ? സംശയമില്ലേ? ചോദിക്ക്, പറഞ്ഞു തരണ്ടേ? ഞാൻ പറഞ്ഞു തരണം. ഓക്കെ മക്കളെ, പഠിച്ചു വയ്ക്കുക. കല്യാണ സുഗന്ധ്യം ആട്ടക്കഥ എഴുതിയിട്ടുള്ളത് കോട്ടയം തമ്പുരാനാണ്. എങ്ങനെ? കല്യാണ സുഗന്ധ്യം ആട്ടക്കഥ എഴുതിയിട്ടുള്ളത് ആരാ? കോട്ടയം തമ്പുരാനാണ്. എന്നാൽ കല്യാണ സുഗന്ധ്യ തുള്ളൽ എഴുതിയിട്ടുള്ളത് അത് ഈ പറയുന്ന കുഞ്ചൻ നമ്പ്യാരാണ്. ഓക്കെ അല്ലേ? സെറ്റാണ്. എന്നാൽ ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം നമുക്ക്. അടുത്ത പോയിന്റ് ഏറ്റവും പ്രധാനമായി ഓർമ്മിക്കേണ്ടത് കുഞ്ചൻ സ്മാരകത്തെക്കുറിച്ചാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തെക്കുറിച്ചാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് രണ്ടിടത്താണ്. ഒന്ന് അമ്പലപ്പുഴയിലുണ്ട്, മറ്റൊന്ന് കിള്ളിക്കുറിശി മംഗലത്തുണ്ട്. ഏതൊക്കെയാണ്? അമ്പലപ്പുഴയിലുമുണ്ട്, കിള്ളിക്കുറിശി മംഗലത്തുമുണ്ട്. അമ്പലപ്പുഴയിലുമുണ്ട്, കിള്ളിക്കുറിശി മംഗലത്തുമുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവിൻ്റെയൊക്കെ പിക്ക് കാണാൻ കേട്ടോ. ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ശരി, നോക്കിയേ. അപ്പോൾ സ്മാരകങ്ങൾ രണ്ടിടത്താണ്, അമ്പലപ്പുഴയിലും അതുപോലെ തന്നെ കിള്ളിക്കുറിശി മംഗലത്തും. ഇനി കുഞ്ചൻ നമ്പ്യാരുടെ പ്രധാന ശീതങ്കം തുള്ളലുകൾ ഏതൊക്കെയാണ്? അത് കല്യാണ സുഗന്ധിയുണ്ട്, കൃഷ്ണലീലയുണ്ട്, ധ്രുവചരിതമുണ്ട്. ഏതൊക്കെയാണ്? കല്യാണ സുഗന്ധിയുണ്ട്, കൃഷ്ണലീലയുണ്ട്, ധ്രുവചരിതമുണ്ട്. അപ്പോൾ ഈ പറയുന്ന കുഞ്ചൻ നമ്പ്യാർ എഴുതിയ ആദ്യ തുള്ളൽ കൃതി ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ശീതങ്കം തുള്ളൽ. ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ശീതങ്കം തുള്ളൽ. അപ്പോൾ ഓർമ്മിച്ച് വയ്ക്കാം, കുഞ്ചൻ നമ്പ്യാർ എഴുതിയ ആദ്യത്തെ തുള്ളൽ കൃതി ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ശീതങ്കം തുള്ളൽ വിഭാഗത്തിൽപ്പെടുന്നു. ഏതിൽപ്പെടുന്നു? ശീതങ്കം തുള്ളൽ. ശീതങ്കം തുള്ളൽ. സോ ഇനി നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കേണ്ട മറ്റൊരു പോയിന്റിലേക്ക് നമ്മൾ വരുന്നു. ഇവിടെ നമുക്ക് കാണേണ്ടത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഓട്ടം തുള്ളലുകളാണ്. അതിൽ ഒന്നാമത്തേത് ഘോഷയാത്ര. സ്കൂൾ ടെക്സ്റ്റുകളിൽ പഠിക്കാനുണ്ടായിരുന്നു ഘോഷയാത്ര. നാളാചരിതം. നാളാചരിതം തുള്ളലുണ്ട്, ആട്ടക്കഥ ഉണ്ട് അല്ലേ? ആട്ടക്കഥ എഴുതിയ തരാം. നാളാചരിതം ആട്ടക്കഥ ഉണ്ണായി വാര്യർ. മിടുക്കൽ. നാളാചരിതം ആട്ടക്കഥ എഴുതിയത് ഉണ്ണായി വാര്യർ. മറ്റൊന്ന് രുക്മിണി സ്വയംവരം. രുക്മിണി സ്വയംവരം ആട്ടക്കഥയുണ്ട് അല്ലേ? ഇവിടെ രുക്മിണി സ്വയംവരം എഴുതിയത് വാര്യ തന്നെയാണ്, നമ്പ്യാർ തന്നെയാണ്. ഇനി കുഞ്ചൻ നമ്പ്യാരുടെ പ്രധാന പറയുംതുള്ളൽ ഏതൊക്കെയാണ്? പാഞ്ചാലി സ്വയംവരം, കീചകപദം, സഭാപ്രവേശം തുള്ളൽ. ഏതൊക്കെയാണ്? പാഞ്ചാലി സ്വയംവരം, കീചകപദം, സഭാപ്രവേശം തുള്ളൽ. ഒന്നുകൂടെ, പാഞ്ചാലി സ്വയംവരം, കീചകപദം, സഭാപ്രവേശം തുള്ളൽ. ഇത് മസ്റ്റ്. സോ പഠിച്ചു വയ്ക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ആകുമ്പോഴേക്കും തുള്ളൽ എന്ന് പറയുന്ന ഒരു സാഹിത്യ പ്രസ്ഥാനം കഴിയുകയാണ്. ഓക്കെ, തുള്ളൽ എന്ന ഒരു സാഹിത്യ പ്രസ്ഥാനം കഴിയുന്നു. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ആട്ടക്കഥാ പ്രസ്ഥാനമാണ്. മലയാള സാഹിത്യത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സാഹിത്യ ശാഖകളിൽ ഒന്ന് തന്നെയാണ് ആട്ടക്കഥാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു കലാരൂപത്തിൻ്റെ സാഹിത്യ രൂപം അല്ലെങ്കിൽ അതിൻ്റെ ലിഖിത രൂപം ഒരു വലിയ സാഹിത്യ ശാഖ തന്നെ ആകുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അല്ലേ? ഇന്ന് അത്തരത്തിൽ നമുക്ക് ഒരുപാട് സാഹിത്യ ശാഖകൾ പറയാം. അതിൽ ഏറ്റവും പ്രധാനമാണ് സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നട്ടൽ അല്ലെങ്കിൽ സിനിമയുടെ നട്ടൽ എന്ന് പറയുന്നത് തന്നെ ഏതാണ്? ഈ പറയുന്ന തിരക്കഥയാണ്. ഇന്ന് ആ തിരക്കഥ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹിത്യ ശാഖയാണ്. അതേപോലെ കഥകളിയുടെ നട്ടലാണ് ആട്ടക്കഥ. ഒരു സിനിമയ്ക്ക് എങ്ങനെയാണ് തിരക്കഥ, അപ്രകാരമാണ് കഥകളിക്ക് ആട്ടക്കഥയും. നോക്കാം നമുക്ക് ആട്ടക്കഥ പ്രസ്ഥാനത്തെക്കുറിച്ച്. കഥകളിയുടെ സാഹിത്യ രൂപം അറിയപ്പെടുന്നത് ആട്ടക്കഥ എന്ന പേരിലാണ്. കഥകളിയുടെ സാഹിത്യ രൂപം അറിയപ്പെടുന്നത് ആട്ടക്കഥ എന്ന പേരിലാണ്. ആട്ടക്കഥാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. മക്കളെ ശ്രദ്ധിക്കുക, ഞാനിവിടെ കഥകളിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുന്നില്ല. ആ കഥകളിയെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായി അതിനെക്കുറിച്ചുള്ള ഒരുവിധപ്പെട്ട നല്ല കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ആപ്പിനകത്ത് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ ലഭ്യമാണ്. ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കയറി കാണുക. അതുപോലെ തുറന്നു വരുന്ന മോക്ക് ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. മക്കളെ ഇവിടെ നോക്കി, ആട്ടക്കഥാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാര? അത് കൊട്ടാരക്കര തമ്പുരാനാണ്. ആട്ടക്കഥാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. കൊട്ടാരക്കര തമ്പുരാൻ ജീവിച്ചിരുന്ന കാലഘട്ടം 17-ാം നൂറ്റാണ്ടാണ്. ഏത് നൂറ്റാണ്ടാണ്? 17-ാം നൂറ്റാണ്ട്. മറക്കരുത്, കൊട്ടാരക്കര തമ്പുരാൻ ജീവിച്ചിരുന്നത് 17-ാം നൂറ്റാണ്ടിലാണ്. ഇനി മലയാളത്തിലെ ആദ്യ ആട്ടക്കഥയെ കണക്കാക്കുന്നത് രാമായണം ആട്ടക്കഥ. ആദ്യ ആട്ടക്കഥയെ കണക്കാക്കുന്നത് ഏതാണ്? രാമായണം ആട്ടക്കഥയാണ്. ഈ രാമായണം ആട്ടക്കഥ എഴുതിയത് ആര് തന്നെയാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. പണ്ട് കോഴിക്കോട് മാനവേദൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യത്ത് അല്ലെങ്കിൽ അദ്ദേഹം തയ്യാറാക്കിയ കൃഷ്ണഗീതി എന്നൊരു ഒരു കൃതിയെ അടിസ്ഥാനമാക്കി കൃഷ്ണനാട്ടം എന്നൊരു കലാരൂപം നിർമ്മിച്ചു. ഈ കലാരൂപം കാണുവാനും ആസ്വദിക്കുവാനുമായിട്ട് കൊട്ടാരക്കര തമ്പുരാൻ കോഴിക്കോട് തമ്പുരാന്റെ അടുത്തേക്ക് ഒരു ലെറ്റർ അയക്കുകയാണ്, ഒരു ഓല അയക്കുകയാണ്. എന്നാൽ ഇത് നമ്മുടെ കോഴിക്കോട് മാനവേദ രാജാവ് ഇതിനെ തിരസ്കരിക്കുന്നു. അതുപോലെ തന്നെ ആരെ പരിഹസിക്കുന്നുണ്ട്? കൊട്ടാരക്കര തമ്പുരാനെ പരിഹസിക്കുന്നുണ്ട്. തൽഫലമായിട്ടാണ് കൊട്ടാരക്കര തമ്പുരാൻ എന്തെഴുതുന്നത്? രാമായണം ആട്ടക്കഥ എഴുതുകയും രാമനാട്ടം എന്നൊരു കലാരൂപത്തെ തന്നെ കൊണ്ടുവരികയും ചെയ്യുന്നത്. ഇപ്പോൾ രാമനാട്ടവും അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കഥകളിയും ഒക്കെ തന്നെ ഏറ്റവും പ്രധാനമായി നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനമാണ് രാമായണം ആട്ടക്കഥ. ആ രാമായണം ആട്ടക്കഥയിൽ നിന്ന് രാമനാട്ടം വരുന്നു. രാമനാട്ടത്തിൽ നിന്ന് ഇന്ന് കാണുന്ന കഥകളി വരുന്നു. ഓക്കെ അല്ലേ? ഇതിനെ ആ പോയിന്റ് ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ഇനി നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് വരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രാമായണം ആട്ടക്കഥ രചിച്ചത് ആര് തന്നെയാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. കേരളത്തിന്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന ഒരു ആട്ടക്കഥയുണ്ട്. അതാണ് നളചരിതം ആട്ടക്കഥ.
മക്കളെ ഈ കേരളത്തിന്റെ ശാകുന്തളം PSC ചോദിച്ച ചോദ്യമാണ്, ചോദിക്കുന്ന ചോദ്യം ഇനിയും ചോദിക്കും. അപ്പൊ കേരളത്തിന്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന ആട്ടക്കഥ ഏതാ? അത് നളചരിതം ആട്ടക്കഥ. എങ്ങനെ കേരളത്തിന്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന ആട്ടക്കഥ ഏതാ? നളചരിതം ആട്ടക്കഥ. നളചരിതം ആട്ടക്കഥ എഴുതിയതാരാ? ഉണ്ണായി വാര്യർ അല്ലെ? നളചരിതം ആട്ടക്കഥ എഴുതിയത് ഉണ്ണായി വാര്യരാണ്. ഈ നളചരിതം ആട്ടക്കഥ എത്ര ദിവസത്തെ ആട്ടക്കഥയാണ്? 4 ദിവസത്തെ ആട്ടക്കഥ അല്ലെ? 4 ദിവസത്തെ കഥയാണ് നളചരിതം ആട്ടക്കഥ. 4 ദിവസത്തെ കഥയാണ്. ഏറ്റവും മനോഹരമാണ് ഈ നളചരിതം ആട്ടക്കഥ. ഒരിക്കലെങ്കിലും നിങ്ങൾ ലൈഫിൽ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കണം കേട്ടോ. ഇനി ശ്രദ്ധിക്കുക, ആട്ടക്കഥ രചിച്ച ഏക തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ആരാ? കാർത്തിക തിരുനാൾ രാമവർമ്മ. അപ്പോൾ ആട്ടക്കഥ രചിച്ച ഏക തിരുവിതാംകൂർ രാജാവാരാ? അത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അതായത് നമ്മുടെ കിഴവൻ രാജ അല്ലെങ്കിൽ ധർമ്മരാജ എന്നൊക്കെ വിളിക്കുന്ന അദ്ദേഹം അല്ലെ. ഇനി ആട്ടക്കഥ രചിച്ച ഏക വനിതയാരാ? കുട്ടിക്കുഞ്ഞ് തങ്കച്ചി. എന്താ പേര്? കുട്ടിക്കുഞ്ഞ് തങ്കച്ചി. മറക്കരുത്, ഞാനിവിടെ എഴുതുകയാണ്. കുട്ടി കുഞ്ഞ് അല്ലെങ്കിൽ കുഞ്ഞ് എന്ന് പഠിച്ചാലും മതി, തങ്കച്ചി. ഓക്കെ അല്ലേ? ഈ കുട്ടിക്കുഞ്ഞ് തങ്കച്ചിയാണ് ആട്ടക്കഥ രചിച്ച ഏക വനിത എന്ന് പറയുന്നത്. സോ അത് നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അതേപോലെ തന്നെ ഉള്ളൂരിൻ്റെ ഒരു കൃതി ആട്ടക്കഥയായി രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ഉള്ളൂരിൻ്റെ ഏത് കൃതിയാണ് ആട്ടക്കഥയായി രൂപാന്തരപ്പെടുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളൂരിൻ്റെ മഹാകാവ്യമായിട്ടുള്ള ഉമാകേരളമാണ്. ഉമാകേരളം അല്ലേ? സോ അതൊന്ന് പഠിച്ചു വയ്ക്കുക. ഉള്ളൂരിൻ്റെ ഏത് കൃതിയാണ് ആട്ടകഥ രൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമാകേരളമാണ്. അതുപോലെ തന്നെ ആശാന്റെ കരുണ തുടങ്ങിയുള്ള ഒട്ടുമിക്ക കൃതികളും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന ആട്ടകഥ എന്നൊരു വിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ ആട്ടകഥ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് സാഹിത്യത്തിൽ ഏറ്റവും പ്രബലമായൊരു ശാഖ കൂടെയാണ് ഈ പറയുന്ന ആട്ടകഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായും നമുക്ക് സാഹിത്യ മേഖലകൾ, പ്രത്യേകിച്ച് ഈ പറയുന്ന സാഹിത്യ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പോയിന്റ് പോലും നഷ്ടമാക്കാതെ പഠിക്കുക. നമ്മൾ പറഞ്ഞ ഓരോ സാഹിത്യ പ്രസ്ഥാനങ്ങളും, അതിൽ പാട്ട് പ്രസ്ഥാനം വരുന്നുണ്ട്, ഭക്തി പ്രസ്ഥാനം വരുന്നുണ്ട്, അതേപോലെ തന്നെ ഗാഥാ പ്രസ്ഥാനം വരുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് കിളിപ്പാട്ട് പ്രസ്ഥാനം വന്നു, തുള്ളൽ വന്നു, ഇപ്പോൾ ഇവിടെ എന്ത് വന്നു? ആട്ടകഥ പ്രസ്ഥാനം വന്നു. ഈ ഓരോ പ്രസ്ഥാനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള എഴുത്തുകാരും അവരുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ വൃത്തിയായി തന്നെ പഠിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഇതിൽ നിന്നുള്ള മാർക്കുകളെല്ലാം സ്കോർ ചെയ്യാൻ കൂടെ പറ്റട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.